ഈ സമ്മറിൽ കോൺവോൾ എക്സ്പ്ലോർ ചെയ്താലോ എന്ന് വിചാരിച്ചാൽ കോൺവോളിലേക്കുള്ള യാത്രയിലാണ്. കോൺവോൾ എന്ന് പറയുന്നത് നമ്മുടെ UK ഒരു ഫാർ എൻഡ് ആണ്. R&D സ്കോട്ട്ലൻഡ്, അവിടെ ജോൺ ഓ ഗ്രോഡ്സ് എന്ന് പറഞ്ഞ സ്ഥലം. അതുപോലെ തന്നെ ഇവിടുത്തെ എൻഡ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് ലാൻഡ്സ് എൻഡ് എന്നാണ്. നമുക്ക് അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ രണ്ട് പച്ചപ്പ് നിറഞ്ഞ ഈ രണ്ട് ഈ കുന്നപ്രദേശമൊക്കെ ഇങ്ങനെ കീറി മുറിച്ചുണ്ടാക്കിയ റോഡാന്ന് തോന്നുന്നു. അതിനിടയിൽ കൂടെ നമ്മളിങ്ങനെ പോവാണ്. അത് വളരെ നാരോ റോഡാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഒരു വണ്ടി വന്നാൽ നമ്മൾ നിർത്തി വെച്ച സമയമെടുക്കും പിന്നെ പോകാനായിട്ട്. പക്ഷേ നമുക്ക് മെയിൻ റോഡ്സ് ഉണ്ട് പോകാനായിട്ട്. പക്ഷെ നമ്മൾ ഈ റോഡ് സെലക്ട് ചെയ്തത് മീൻസ് ഇച്ചിരി സീനിക് ബ്യൂട്ടി ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് പോകാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ റൂട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലാൻഡ്സ് എൻഡിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ UK ഒരു ഫാർ എൻഡാണിത്. ഓക്കെ, നമ്മളിപ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരുന്നതൊക്കെ പറയുള്ളൂ, അതുപോലെ വൺ എൻഡ് ഓഫ് ദ UK. അപ്പം ഇവിടെ ഇങ്ങനെ എത്തിയപ്പം ഈ എഡ്ജിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാൻഡ്സ് എൻഡ് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു വേൾഡിൻ്റെ ഒക്കെ ഒരു എഡ്ജിൽ വന്ന് നിന്ന പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്കിവിടെ. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ് എന്നൊക്കെ പറയുന്ന പോലെ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ. നമുക്ക് ഈ കോൺവോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ കടലിലോട്ട് ഇങ്ങനെ ഇറങ്ങിക്കിടക്കുന്ന ഒരു പ്രത്യേക സ്ഥലം, ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമാണ്. ഇനി ഇവിടെ നമുക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, കാണാനുണ്ട്. ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ ഒരു അമ്മച്ചിയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ അമ്മച്ചി ഞങ്ങളോട് ഹെൽപ്പ് ചോദിച്ചു. അപ്പോൾ പുറകെ വന്ന വേറൊരു ഇംഗ്ലീഷുകാരനും അവർ ഫാമിലിയും ഞങ്ങളെല്ലാവരും കൂടെ വണ്ടി മൂവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അടുത്ത ദിവസത്തെ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. സാധാരണ ഹോട്ടൽസിൽ കിട്ടുന്ന തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് ഇവിടുത്തെ കോർണിഷ് പുഡിങ്, പിന്നെ ലോക്കലി ഉണ്ടാകുന്ന മഷ്റൂംസ് വെച്ചുള്ള കുറേ ഡിഷസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടുത്തെ ബ്രെഡ് ഇച്ചിരി വെറൈറ്റി ബ്രെഡാണ്.
പിന്നെ അല്ലാതെ പിന്നെ എഗ്ഗ്, ബേക്കൺ, സോസേജ് അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഓ സോ യമ്മി. ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അടുത്ത ഇവിടുത്തെ കാഴ്ചകളുമായിട്ട് ഉടനെ അടുത്ത വീഡിയോ ഉണ്ടാകുന്നതാണ്.